അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത ഒരു പെട്ടിയെക്കുറിച്ചാണ് വിശുദ്ധമായ ഖുർആൻ വിവരിക്കുന്നത്. വഖാല ലഹും നബിയ്യുഹും ഇന്ന ആയത മുൽകിഹി അൻ യഅതിയകുമുത് താബൂതു ഫീഹി സകീനത്തും മിർ റബ്ബിക്കും وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. وقال لهم نبيهم ബനൂ ഇസ്രായേല്യരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ആയത മുൽക്കിഹി, ത്വാലൂത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ അധികാരം ത്വാലൂത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതിനുള്ള തെളിവ് അയ്യഅതിയകുമുത് താബൂതു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ താബൂത്ത്, ഒരു പെട്ടി ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടലാണ്. ഇങ്ങനെയുള്ള പെട്ടി ഫീഹി സകീനത്തും മിർ റബ്ബിക്കും, ആ പെട്ടിയിലാണ് നിങ്ങൾക്കുള്ള റബ്ബിൽ നിന്നുള്ള നിങ്ങളുടെ സമാധാനം, ആ പെട്ടിയിലാണ്. മാത്രമല്ല ബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബങ്ങളും ഹാറൂൻ നബിയുടെ കുടുംബങ്ങളും വിട്ടേച്ചു പോയ, ഒഴിവാക്കിയിട്ട പല ആധാറുകളും അവശിഷ്ടങ്ങളും ആ പെട്ടിയിലുണ്ട്. ആ പെട്ടി നിങ്ങൾക്കിപ്പോൾ കൈമോശം വന്നിട്ടുണ്ട്, ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. തഹ്മിലുഹുൽ മലായിക, എങ്ങനെയാണ് ആ പെട്ടി തിരിച്ചു കിട്ടുക? മലക്കുകൾ അതിനെ വഹിച്ചു കൊണ്ടുവരും. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. പല മുഫസ്സിറുകളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹു തആല അൻസല അല ആദമ താബൂതൻ, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് ഒരു പെട്ടി ഇറക്കി കൊടുത്തു. ഫീ തമാസീലുൽ അംബിയാഇ അലൈഹിസ്സലാത്തു വസ്സലാം മിൻ ഔലാദിഹി, ആദം നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട പ്രവാചകന്മാരുടെ ഫോട്ടോയാണ് ആ പെട്ടിയിലുള്ളത്. വകാന മിൻ ഉഊദി ശംസാദ്, ഒരു പ്രത്യേകതരം മരത്തിനാൽ ഉണ്ടാക്കപ്പെട്ട പെട്ടിയായിരുന്നു അത്. നഹവൻ മിൻ സലാസത്തി അദ്റുഇൻ ഫീ ദിറാഇൻ, 2 മുഴം വീതിയും 3 മുഴം നീളവുമുള്ള ഒരു പെട്ടി. ഒരു മുഴം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയാണ്. അപ്പോൾ 2 മുഴം വീതിയുണ്ട്, 3 മുഴം നീളമുണ്ട്, അങ്ങനത്തെ പെട്ടി ആദം നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തതാണ്. വരാനിരിക്കുന്ന ആദം നബിയുടെ സന്താനങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന പ്രവാചകന്മാരുടെ ഫോട്ടോയാണ് ആ പെട്ടിയിലുള്ളത്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം അത് വഫാത്താകുന്നത് വരെ തൻ്റെ അരികിൽ സൂക്ഷിച്ചു. പിന്നെ ഓരോരോ പ്രവാചകന്മാർ അനന്തരമായി എടുത്തിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിലെത്തി. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലാണ് മൂസാ നബി അലൈഹിസ്സലാം വരുന്നത്. ഇസ്രായേലിലേക്ക് അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകനായിരുന്നു. 1,00,000 പ്രവാചകന്മാരെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് നബിമാരായിട്ട് അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ കിട്ടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് സൂക്ഷിച്ചത് ആ പെട്ടിയിലായിരുന്നു. ഇസ്രായേലരുമായി മറ്റ് ജനത, ഇസ്രായേൽ എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനതയാണല്ലോ. അപ്പോൾ അവർ ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴെല്ലാം ഈ പെട്ടി മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. കാരണം ഈ പെട്ടി ഉണ്ടായാൽ ആ യുദ്ധത്തിൽ നമുക്ക് വിജയം ഉറപ്പാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്ന് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തർക്കമുണ്ടായാൽ വകാനൂ ഇദാ ഇഖ്തലഫൂ ഫീ ശൈഇൻ തഹാകമൂ ഇലൈഹി ഫയുകല്ലിമുഹും വയഹ്കുമു ബൈനഹും, എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കം ഉണ്ടായാൽ ഈ പെട്ടിയോട് സംസാരിക്കും. എന്നിട്ട് പെട്ടിയാണ് അവർക്ക് അതിൽ അന്തിമമായ തീരുമാനം നിർണയിച്ചു കൊടുക്കുക. ഇത് പറയുന്നത് തഫ്സീർ അബു സുഊദ്
തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള തഫ്സീറാണ്. എന്നിട്ടോ വക്കാനു ഇദാ ഹദറുൽ ഖിത്താല യുഖദ്ദിമൂനഹു ബൈന ഐദീഹിം, യുദ്ധമൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് ആ പെട്ടിയാണ് മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അത് കാരണമായി ശത്രുക്കൾക്കെതിരെ അവർ വിജയം വരിക്കും. യുദ്ധത്തിൻ്റെ ഘട്ടങ്ങളിൽ മലക്കുകൾ ആ പെട്ടിയെ എടുത്തിട്ട് ശത്രു സൈന്യങ്ങളുടെ മുകളിലൂടെ ഒന്നിങ്ങനെ വട്ടമിട്ട് പറന്നതിന് ശേഷം ആ പെട്ടി വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടാൽ ഉറപ്പാണ് ഈ യുദ്ധത്തിൽ നമുക്ക് വിജയം വരിച്ചു എന്ന്. ഫൈദാ സമീഉ മിന ത്വാബൂതി സയ്ഹതൻ ഇസ്തൈഖനു നസ്റ, ശബ്ദം കേട്ടാൽ ഉറപ്പായി നമുക്ക് വിജയമുണ്ട്. ഏതായിരുന്നാലും ആ പെട്ടി ഇസ്രായേലിൻ്റെ പിന്നെ കാലക്രമേണ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമാണല്ലോ ഇസ്രായേലിൽ, അവർ കാലക്രമേണ മോശമായി ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല അമാലിക ഭരണകുടുംബത്തിന് ഭരണം കൊടുത്തു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ വന്നതിന് ശേഷമാണ് ഇസ്രായേലിയർക്ക് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ ഭരണം കിട്ടിപ്പോന്നിരുന്നത്. യഥാർത്ഥത്തിൽ അവർ മിസ്രികളല്ല, അവർ സിറിയയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. പക്ഷേ പ്രവാചക കുടുംബത്തിനായിരുന്നു, വന്നുകൂടിയ ആളുകൾക്കായിരുന്നു മിസ്രിൻ്റെ ഭരണം കുറേ കാലം. പക്ഷെ അവർ അഹങ്കരിച്ച് തമ്മാടികളായപ്പോൾ അല്ലാഹു തആല ആ ഈജിപ്തുകാരായ അമാലിക ഭരണകുടുംബത്തിന് എന്ത് ചെയ്തു? അല്ലാഹു തആല ഭരണം കൊടുത്തു. അങ്ങനെ ഒരു നാൾ ഇസ്രായേലിയരും ഇവരും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ഇവർ ആ പെട്ടി കീഴടക്കി. ആ പെട്ടിക്ക് അവരൊരു വിലയും കൊടുത്തില്ല. അവർ മുദ്രിക്കാൻ പോകുമ്പോഴും കൊണ്ടുപോകും, കാറ്റിക്കാൻ പോകുമ്പോഴും കൊണ്ടുപോകും, അത് കുപ്പയിലും വലിച്ചെറിയും, അതിന് മേലെ കയറിയിരിക്കും. അങ്ങനെ എല്ലാം കൂടി ആ പെട്ടിയുടെ മുഴുവൻ വിലയും അങ്ങ് കളഞ്ഞു. പിന്നെ അല്ലാഹു തആല ഇസ്രായേൽ കുടുംബത്തിൽ നിന്ന് തന്നെ ത്വാലൂത്തിന് ഭരണം കൊടുക്കുകയാണ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നമ്മുടെ രാജാവായിട്ട് ത്വാലൂത്ത് കടന്നു വരുന്നുണ്ട് എന്ന്. അപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, അങ്ങനെ ത്വാലൂത്തിന് ഭരണം കിട്ടും എന്നതിന് എന്താണ് തെളിവ്? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അതിന് തെളിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ പെട്ടിയില്ലേ, ആ പെട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി ആ പെട്ടിയിലുണ്ട്. അതുപോലെ തന്നെ തൗറാത്തിൻ്റെ ഫലകങ്ങളുടെ ചില കഷ്ണങ്ങൾ ആ പെട്ടിയിലുണ്ട്. അതുപോലെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ തലപ്പാവ് ആ പെട്ടിയിലുണ്ട്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോതിരം ആ പെട്ടിയിലുണ്ട്. ഇസ്രായേലികൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത മന്ന് എന്ന് പറയുന്ന റൊട്ടി ഉണ്ടായിരുന്നു, മന്നും സൽവയും, അതും ആ പെട്ടിയിലുണ്ട്. അങ്ങനെ പല അവശിഷ്ടങ്ങളുള്ള ആ പെട്ടി, നിങ്ങൾക്ക് കൈമോശം വന്ന ആ പെട്ടി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ത്വാലൂത്തിന് അധികാരം വന്നിരിക്കുന്നു എന്ന്. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. വഖാല ലഹും നബിയ്യുഹും, ഇസ്രായേലിയരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇന്ന ആയത മുൽക്കിഹി, ത്വാലൂത്തിനാണ് അധികാരം കിട്ടിയിരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കൈമോശം വന്ന പെട്ടി തിരിച്ചു കിട്ടലാണ്. ഫീഹി, ആ പെട്ടിയിലാണുള്ളത് സക്കീനത്തുൻ മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം. മാത്രമല്ല ബഖിയത്തും മിമ്മാ തറക ആലു മൂസ വ ആലു ഹാറൂന, ഹാറൂനിൻ്റെയും മൂസ അലൈഹിമസ്സലാം ഇവരുടെ കുടുംബങ്ങളുടെ അവശിഷ്ടങ്ങളും ആ പെട്ടിയിലുണ്ട്. തഹ്മിലുൽ മലായിക, ആ പെട്ടി മലക്കുകൾ വഹിച്ചു കൊണ്ടുവരും. 4 മലക്കുകൾ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലികൾ ഈ പെട്ടിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ നിന്നപ്പോൾ ആ പെട്ടിയെ അവർ തിരിച്ചയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചയക്കുന്നതിൻ്റെ ഭാഗമായി 2 കാളകളെ തയ്യാറാക്കി അതിൻ്റെ മേലെ ഒരു വടിയൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ മേലെ ഈ പെട്ടിയും വെച്ചിട്ട് തിരിച്ചു വിടുകയാണ്. അങ്ങനെ 4 മലക്കുകൾ അതിനെ കൊണ്ടുവരികയാണ്. അതിനെക്കുറിച്ച് ആ ഖുർആൻ പറയുന്നത്, തഹ്മിലുഹുൽ മലായിക, മലക്കുകൾ അതിനെ വഹിച്ചു കൊണ്ടുവരും. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയും.
ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം, പ്രവാചകന്മാരുടെ അവശിഷ്ടങ്ങൾക്ക്, തിരുശേഷിപ്പുകൾക്ക്, ആസാറുകൾക്ക് ബറക്കത്തുണ്ട്. സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടതിനെല്ലാം ബറക്കത്തുണ്ട്. ആ ബറക്കത്തുള്ള പെട്ടി മുമ്പിൽ വെച്ച് ഒരുപാട് ങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ആ പെട്ടിയിലാണ്. പല കാര്യങ്ങളും അവർക്ക് തർക്കമുണ്ടാകുമ്പോൾ ആ പെട്ടിയോട് സംസാരിച്ച് പെട്ടി ആ തർക്കത്തിൽ അന്തിമമായ തീരുമാനം പറയുമായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ആസാറുകൾക്ക് വലിയ മഹത്വമുണ്ട് എന്ന സന്ദേശം വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുകയാണ്. അത് നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. പ്രവാചകന്മാരുടെ ശേഷിപ്പുകൾ വലിയ ബറക്കത്തുള്ള സംഗതിയാണ്. അത് നമ്മുടെ വിജയത്തിൻ്റെ നിദാനമാണ് എന്നെല്ലാം ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൂടുതൽ അറിവുകൾ പഠിക്കാനും അല്ലാഹുവിൻ്റെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ ഈ മാസത്തിലും അടുത്ത മാസത്തിലും ഞങ്ങളുടെ മുഴുവൻ മാസങ്ങളിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് റമളാനുകളെ വരവേൽക്കാനും അർഹിക്കുന്ന ബഹുമാനത്തോടെ അതിൻ്റെ രാപ്പകലുകൾക്ക് ഇബാദത്ത് കൊണ്ട് സൗരഭ്യം പകരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.